നമസ്കാരം. ഒരു എംപ്ലോയിയുടെ ജനുവരി മുതൽ ഡിസംബർ വരെയുള്ള സാലറി, ജനുവരി, ഫെബ്രുവരി, മാർച്ച്, ഏപ്രിൽ അങ്ങനെ താഴെ നമ്മൾ എഴുതിയെന്ന് വിചാരിക്കുക. അതല്ലെങ്കിൽ ഒരു കമ്പനിയുടെ ഓരോ മണിക്കൂർ ഇടവിട്ടുള്ള സ്റ്റോക്ക് പ്രൈസ് നമ്മൾ താഴെ എഴുതുക. ഇതെല്ലാം ഒരു കോളത്തിലാണ് നമ്മൾ എഴുതുന്നത്. അപ്പോൾ ഇങ്ങനെയുള്ള ഡാറ്റയെ, അതായത് ഒരു കോളത്തിൽ എഴുതാവുന്ന ഡാറ്റയെ സ്റ്റോർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് പാണ്ടാസ് സീരീസ് നമ്മൾ യൂസ് ചെയ്യുന്നത്. പാണ്ടാസ് ലൈബ്രറി നിങ്ങളുടെ കമ്പ്യൂട്ടറിൽ ഇല്ലെങ്കിൽ എന്തു ചെയ്യും? പൈത്തൺ ഇൻസ്റ്റലേഷന് ശേഷം ടെർമിനലിൽ നിന്നും പിപ്പ് ഇൻസ്റ്റാൾ പാണ്ടാസ് എന്ന് കൊടുത്താൽ മതി. പാണ്ടാസ് ഇൻസ്റ്റാൾ ആവും. നിങ്ങളുടെ പൈത്തൺ പ്രോഗ്രാമിൽ പാണ്ടാസ് ലൈബ്രറി ഇമ്പോർട്ട് ചെയ്താലാണ് അത് യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. അതിനുവേണ്ടിയാണ് ഇമ്പോർട്ട് പാണ്ടാസ് എസ് പി ഡി എന്ന് കൊടുത്തിരിക്കുന്നത്. ഇവിടെ പി ഡി എന്ന് പറയുന്നത് ഏലിയാസ് ആണ്. എന്ന് പറഞ്ഞാൽ ഈ പാണ്ടാസ് ലൈബ്രറിയെ നിങ്ങളുടെ പ്രോഗ്രാമിൽ എവിടെയെങ്കിലും യൂസ് ചെയ്യണമെങ്കിൽ പി ഡി ഡോട്ട് എന്ന് പറഞ്ഞു കൊടുത്താൽ മതി. പി ഡി ഡോട്ട് സീരീസ് എന്ന് കൊടുത്തിരിക്കുന്നത് കണ്ടില്ലേ? ലിസ്റ്റിൽ നിന്നോ ഒരു ഡിക്ഷണറിയിൽ നിന്നോ അതല്ലെങ്കിൽ ഒരു നംപൈ അറയിൽ നിന്നോ പാണ്ടാസ് സീരീസ് ക്രിയേറ്റ് ചെയ്യാവുന്നതാണ്. ആദ്യം നിങ്ങൾ കാണുന്നത് ഒരു ലിസ്റ്റിൽ നിന്നും ക്രിയേറ്റ് ചെയ്യുന്നത് എങ്ങനെയെന്നാണ്. അതിനുവേണ്ടി ആദ്യം ഒരു ലിസ്റ്റ് ക്രിയേറ്റ് ചെയ്തു. ഞാൻ കാർ ഇൻഷുറൻസ് എടുത്തു. അതിന് ഓരോ മാസവും പേ ചെയ്യുന്ന ഇൻഷുറൻസ് പ്രീമിയമാണ് അവിടെ കോമട്ട് കൊടുത്തിരിക്കുന്നത്. ഇനി ഇതിനെ സീരീസായി കൺവേർട്ട് ചെയ്യാൻ എന്താ ചെയ്യുക? പി ഡി ഡോട്ട് സീരീസ്, പാണ്ടാസ് ലൈബ്രറിക്കകത്ത് സീരീസ് എന്ന് പറയുന്ന ഒരു ക്ലാസ് ഉണ്ട്. ആ ക്ലാസ്സിനകത്തേക്ക് നമ്മുടെ ലിസ്റ്റ് പാസ് ചെയ്യാം. അപ്പോൾ മന്ത്ലി പ്രീമിയം സീരീസ് എന്ന് പറയുന്ന ഒരു സീരീസ് ക്രിയേറ്റ് ചെയ്യും. ഇനി സീരീസിൻ്റെ പ്രത്യേകത എന്താ? ആകെ ഒരു കോളം മാത്രമേ ഉള്ളൂ. ഇനി ഒരു സീരീസിലെ ഓരോ എലമെൻറ്റിനെയും ഓരോ സെല്ലിലാണ് സ്റ്റോർ ചെയ്തിരിക്കുന്നത്. ആ ഓരോ സെല്ലിനെയും ഒരു പൊസിഷണൽ ഇൻഡെക്സ് നമ്പർ ഉണ്ട്. ഇവിടെ ആദ്യത്തെ നമ്പർ എന്താ? 10 ആയിരുന്നു. അതിന് പൊസിഷൻ 0, 20, അതിൻ്റെ പൊസിഷൻ 1, ഒരു അറേ പോലെ തന്നെ. ഓരോ എലമെൻറ്റിനും ഓരോ പൊസിഷണൽ നമ്പർ ഓർത്ത് വയ്ക്കാൻ ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ അതിന് പകരം ഓരോ പൊസിഷനും നമുക്ക് ഓരോ ഇൻഡെക്സ് ലേബൽ കൊടുക്കാൻ പറ്റും. എന്ന് പറഞ്ഞാൽ 0th പൊസിഷനിലുള്ള വാല്യൂവിനെ നമുക്ക് ജനുവരി എന്ന് കൊടുക്കാം. 2nd പൊസിഷനിലുള്ള വാല്യൂവിനെ ഫെബ്രുവരിയിലാണ്. അപ്പോൾ അതുകൊണ്ട് ഫെബ്രുവരി എന്ന് പറഞ്ഞിട്ടൊരു ലേബൽ കൊടുക്കാം. അപ്പോൾ നമുക്ക് ആവശ്യമുള്ള കസ്റ്റം ലേബൽസ് എങ്ങനെയാണ് കൊടുക്കുക? ആദ്യം നമ്മൾ മന്ത്ലി പ്രീമിയം എന്ന് പറയുന്ന ഒരു ലിസ്റ്റ് ക്രിയേറ്റ് ചെയ്തു. അത് കഴിഞ്ഞ് ഞാൻ മന്ത്സ് എന്ന് പറയുന്ന വേറൊരു ലിസ്റ്റ് ക്രിയേറ്റ് ചെയ്തു. അതിനകത്ത് ജനുവരി, ഫെബ്രുവരി, മാർച്ച്, ഏപ്രിൽ, മെയ്, ജൂൺ അങ്ങനെ 6 മാസത്തെ മന്ത് ഇയറും കൊടുത്തു. നമ്മൾ സീരീസ് ക്രിയേറ്റ് ചെയ്യുമ്പോൾ ഈ സീരീസിനകത്തേക്ക് നമ്മുടെ ആദ്യത്തെ ലിസ്റ്റ് മന്ത്ലി പ്രീമിയം, സെക്കൻഡ് ഇൻഡെക്സ് ഈക്വൽ ടു മന്ത്സ് എന്ന് കൊടുക്കുക. ഇപ്പോൾ എന്താ പ്രിൻറ്റ് ചെയ്തിരിക്കുന്നത് നോക്കി? 10ന് ലേബൽ ജനുവരി 2024, അതുപോലെ 60ക്ക് ഏപ്രിൽ 2024 എന്ന്. അപ്പോൾ ഇങ്ങനെ കൊടുക്കുകയാണെങ്കിൽ നമുക്ക് ഏതെങ്കിലും ഒരു മാസത്തെ പ്രീമിയം കണ്ടുപിടിക്കണമെങ്കിൽ വളരെ ഈസി അല്ലേ? ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം, നമ്മളിവിടെ കൊടുക്കുന്ന ഈ ലേബല് ഹാഷബിൾ ആയിരിക്കണം എന്നാണ് പറയുന്നത്. എന്ന് പറഞ്ഞാൽ നമുക്ക് ഏതെങ്കിലും ഒരു നമ്പർ കൊടുക്കാം, അതല്ലെങ്കിൽ ഒരു സ്ട്രിങ് കൊടുക്കാം, അതല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ട്യൂപ്പിൾ കൊടുക്കാം. ഈ ലേബല് യുണീക്ക് ആവണമെന്നില്ല. 2 എലമെൻറ്റ്സിന് ഒരേ ലേബൽ തന്നെ കൊടുക്കാം. ഈ മന്ത്ലി പ്രീമിയം പേയ്മെൻറ്റ് ഇൻഫർമേഷൻ നമ്മുടെ ഒരു ഡിക്ഷണറിയിലായിട്ട് ഓൾറെഡി ഉണ്ടെന്ന് വിചാരിക്കാം. അതിൽ നിന്ന് നേരിട്ട് തന്നെ സീരീസ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. ഇപ്പോൾ ഇവിടെ മന്ത്ലി പ്രീമിയം ഡിക്ഷണറിയിൽ നമ്മൾ കീ വാല്യൂ പെയറായിട്ട് ഓരോ മാസത്തിൻ്റെ നെയിമും അതുപോലെ അതിൻ്റെ പേയ്മെൻറ്റ് എമൗണ്ടും നമ്മൾ ഡിക്ഷണറി ആയിട്ട് സ്റ്റോർ ചെയ്ത് വെച്ചിട്ടുണ്ട്. അതിൽ നിന്ന് നേരിട്ട് നമുക്കൊരു സീരീസ് ക്രിയേറ്റ് ചെയ്യണമെങ്കിൽ പി ഡി ഡോട്ട് സീരീസ് ഓഫ് ആ ഡിക്ഷണറിയുടെ പേര് കൊടുത്താൽ മതി. അങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ കീ വാല്യൂ, ആദ്യം കൊടുക്കുന്ന കീ വാല്യൂ ഒരു എലമെൻറ്റിൻ്റെ കസ്റ്റം ഇൻഡെക്സ് ആയിട്ടും അതുപോലെ രണ്ടാമത് കൊടുത്തിരിക്കുന്ന വാല്യൂ സീരീസിലെ വാല്യൂ ആയിട്ട് സ്റ്റോർ ചെയ്യും. ഇനി നമ്മുടെ ഡാറ്റ സ്റ്റോർ ചെയ്തിരിക്കുന്നത് ഒരു നംപൈ അറേ ആയിട്ടാണെന്ന് വിചാരിക്കുക. നംപൈ അറേ എന്ന് പറഞ്ഞാൽ സാധാരണ ബാക്കിയുള്ള ലാംഗ്വേജുകളിലെ പോലെ തന്നെ ഒരു അറേയാണ്. പക്ഷേ അത് ക്രിയേറ്റ് ചെയ്യണമെങ്കിൽ ഈ നംപൈ ലൈബ്രറി ഇമ്പോർട്ട് ചെയ്യണം. നംപൈ യൂസ് ചെയ്തുകൊണ്ട് നമുക്ക് ഒരുപാട് മാത്തമാറ്റിക്കൽ ഓപ്പറേഷൻസ് ചെയ്യാനായിട്ട് പറ്റും. അതിനെക്കുറിച്ച് കൂടുതലായി പിന്നീട് ഡിസ്കസ് ചെയ്യുന്നതാണ്. നമ്മുടെ കയ്യിൽ ഒരു നംപൈ അറേ ഉണ്ടെന്ന് വിചാരിക്കുക. നംപൈ അറേ ക്രിയേറ്റ് ചെയ്യുന്നത് ഇങ്ങനെയാണ്. നംപൈ ഡോട്ട് അറേ ഓഫ് എന്ന് പറഞ്ഞിട്ട് അതിനകത്തൊരു ലിസ്റ്റാണ് കൊടുത്തിരിക്കുന്നത്. അതിനെ സീരീസ് ആക്കി കൺവേർട്ട് ചെയ്യണമെങ്കിൽ നമ്മുടെ പി ഡി ഡോട്ട് സീരീസിനകത്ത് നംപൈ അറേയുടെ പേര് കൊടുത്താൽ മതി. അപ്പോൾ മന്ത്ലി പ്രീമിയം എന്ന് പറഞ്ഞൊരു സീരീസ് ക്രിയേറ്റ് ചെയ്തില്ലേ, അതിലൊരു വാല്യൂ അല്ലെങ്കിൽ ഒന്നിൽ കൂടുതൽ വാല്യൂസ് പ്രിൻറ്റ് ചെയ്യുന്നത് എങ്ങനെയാണ്? ഇവിടെ പ്രിൻറ്റ് മന്ത്ലി പ്രീമിയം എന്ന് കൊടുത്തപ്പോൾ ആ സീരീസിൻ്റെ എല്ലാ വാല്യൂസും അതിൻ്റെ ലേബൽസും പ്രിൻറ്റ് ചെയ്തു. അതിൻ്റെ താഴെ ഡി ടൈപ്പ് ഇൻറ്റ് 64 എന്ന് കണ്ടോ? അതിൻ്റെ അർത്ഥം സീരീസിലുള്ള എല്ലാ വാല്യൂസും, ലേബലല്ല വാല്യൂസും ഇൻറ്റീജർ ടൈപ്പ് ആണെന്നാ. എന്നാൽ നമുക്ക് ഒരു വാല്യൂ പ്രിൻറ്റ് ചെയ്യണം. നമുക്ക് സീരീസിലെ 2ാമത്തെ പൊസിഷനിലെ വാല്യൂ പ്രിൻറ്റ് ചെയ്യണം. അങ്ങനെയാണെങ്കിൽ ഐ ലോക്ക് എന്ന് പറഞ്ഞിട്ടൊരു ഫംഗ്ഷനാണ് നമ്മൾ യൂസ് ചെയ്യുക. ഈ ഐ ലോക്ക് ഫംഗ്ഷനകത്തേക്ക് ഒരു ഇൻറ്റീജറാണ് പാസ് ചെയ്യുക, അതല്ലെങ്കിൽ ഒരു റേഞ്ചാണ് പാസ് ചെയ്യുക.
അപ്പോൾ ഇവിടെ ഐലോക്ക് 1 കൊടുത്ത 20 പ്രിന്റ് ചെയ്തത്. എന്താ കാരണം? 0 1 ഫസ്റ്റ് പൊസിഷനിലെ വാല്യൂ ആണ് പ്രിന്റ് ചെയ്തത്. ഐലോക്ക് ഓഫ് 3 കൊടുത്തു കഴിഞ്ഞാലോ അവിടെ 4th പൊസിഷനിലെ വാല്യൂ ആയിരിക്കും പ്രിന്റ് ചെയ്തത്. പൊസിഷണൽ ഇൻഡെക്സ് സ്റ്റാർട്ട് ചെയ്യുന്നത് എപ്പോഴും 0ൽ നിന്നാണ്. എന്നാൽ ഐലോക്ക് ഓഫ് -1 കൊടുത്താലോ നമ്മൾ പൊസിഷൻ കൊടുക്കുമ്പോൾ അതിനു കൂടെ മൈനസ് കൊടുത്താൽ അതിൻ്റെ അർത്ഥം സീരീസിൻ്റെ അവസാനത്തെ എലമെൻറ്റ് തൊട്ട് റീഡ് ചെയ്യാനാണ് പറയുന്നത്. -1 കൊടുത്തു കഴിഞ്ഞാൽ ഏറ്റവും അവസാനത്തെ എലമെൻ്റാണ് പ്രിന്റ് ചെയ്യുക. അപ്പോൾ ഇവിടെ -1 കൊടുത്തു കഴിഞ്ഞാൽ 50 ആണ് പ്രിന്റ് ചെയ്യുക. അതല്ല, ഈ പൊസിഷന് പകരം നമുക്ക് ലേബൽ കൊടുത്ത് പ്രിന്റ് ചെയ്യണമെങ്കിൽ ലോക്ക് എന്ന് പറയുന്ന ഫംഗ്ഷൻ യൂസ് ചെയ്താൽ മതി. LOC. അതിൻ്റെ അകത്ത് നിങ്ങൾ ലേബലാണ് കൊടുക്കേണ്ടത്. ഇവിടെ മാർച്ച് 2024 എന്ന് കൊടുത്ത് കണ്ടില്ലേ? മാർച്ച് 2024 വാല്യൂ 15 ആയിരുന്നു, അതിവിടെ പ്രിന്റ് ചെയ്തു. ഇനി സീരീസിൽ നിന്ന് ഒരു പൊസിഷനിലെ വാല്യൂവിന് പകരം ഒരു റേഞ്ച് ഓഫ് വാല്യൂസ് പ്രിന്റ് ചെയ്യണമെങ്കിലോ, അങ്ങനെ ഒരു സെക്ഷൻ എടുക്കുന്നതിനെ സ്ലൈസ് ചെയ്യാന്നാണ് പറയാം. ഒരു കുക്കുംബർ നമ്മൾ സ്ലൈസ് ചെയ്തിട്ട് അതിൽ നിന്നൊരു കഷ്ണം എടുക്കില്ലേ, അതുപോലെ സ്ലൈസ് ചെയ്തെടുക്കുക. അതിനുവേണ്ടി ഐലോക്ക് എന്ന് പറഞ്ഞ ഫംഗ്ഷൻ തന്നെ യൂസ് ചെയ്യുന്നത്. സ്ക്വയർ ബ്രാക്കറ്റിനകത്ത് അതിൻ്റെ സ്റ്റാർട്ടിങ്ങും എൻഡിങ്ങും ആണ് കൊടുക്കേണ്ടത്. സ്റ്റാർട്ടിങ് എൻഡിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോളന് ലെഫ്റ്റ് സൈഡിലുള്ളത് സ്റ്റാർട്ടിംഗ് പോയിന്റ്, പൊസിഷന് സ്റ്റാർട്ടിംഗ് പോയിന്റും അതുപോലെ കോളന് ശേഷം കൊടുക്കുന്നത് അവസാനിക്കേണ്ട പൊസിഷനും. ഇപ്പോൾ ഇവിടെ ഒന്നും കൊടുത്തിട്ടില്ല, സ്റ്റാർട്ടിങ്ങിൽ ഒന്നും കൊടുത്തിട്ടില്ല അല്ലേ, കോളന് ലെഫ്റ്റ് സൈഡിലൊന്നും കൊടുത്തിട്ടില്ല. അതിൻ്റെ അർത്ഥം 0th പൊസിഷൻ തന്നെ എടുത്തോളാനാണ്. അപ്പോൾ 0th പൊസിഷനിൽ എന്താ 10, പിന്നെന്താ 20, പിന്നെ 30. 3 എന്ന് പറയുമ്പോൾ ഇവിടെ 60 വരുന്നത്. പക്ഷേ ഈ ഐലോക്കിൻ്റെ ഒരു വർക്കിംഗ് എങ്ങനെയാണെന്നുണ്ടെങ്കിൽ ലാസ്റ്റ് ഏത് പൊസിഷനാണ് നമ്മൾ സ്പെസിഫൈ ചെയ്തത് ആ എലമെൻറ്റിനെ പ്രിൻറ്റ് ചെയ്യില്ല. അപ്പോൾ അതുകൊണ്ട് ഇവിടെ 0 1 2, അതായത് ഇവിടെ 10 20 15 എന്ന് പ്രിൻറ്റ് ചെയ്തു. അതുപോലെ ഐലോക്ക് 2:4 എന്ന് കൊടുത്താലോ, അപ്പോൾ 0 1 2 എന്ന് പറയുമ്പോൾ 15. ഇനി ലാസ്റ്റ് എലമെൻ്റ് ഏതാ പ്രിൻറ്റ് ചെയ്യാൻ പറഞ്ഞിരിക്കുന്നത്? 4th എലമെൻറ്റാണ്. അപ്പോൾ 0 1 2 3 4. പക്ഷേ ലാസ്റ്റ് പറഞ്ഞിരിക്കുന്ന എലമെൻറ്റ് അതിനകത്ത് നിന്ന് റിട്ടേൺ ചെയ്യില്ല. ഓക്കെ, അതിന് തൊട്ട് മുമ്പുള്ള എലമെൻറ്റ് വരെയാണ് റിട്ടേൺ ചെയ്യുള്ളൂ. അപ്പോൾ ഇവിടെ 15ഉം 16ഉം പ്രിൻറ്റ് ചെയ്തു. ഇനി പൊസിഷന് പകരം ലേബൽ യൂസ് ചെയ്തിട്ട് നിങ്ങൾക്ക് ഒരു സീരീസിനെ സ്ലൈസ് ചെയ്തെടുക്കാൻ പറ്റും. എന്ന് പറഞ്ഞാൽ ഇവിടെ .lock എന്ന് പറഞ്ഞിട്ട് സ്റ്റാർട്ടിങ്ങും എൻഡിങ്ങും കൊടുത്തതുണ്ടോ? ഫെബ്രുവരി, അതുപോലെ ഇവിടെ ഏപ്രിൽ എന്ന് കൊടുത്തു. ഇതിൻ്റെ അർത്ഥം ഫെബ്രുവരി 2024 മുതൽ ഏപ്രിൽ 2024 വരെ റിട്ടേൺ ചെയ്യാമെന്നാണ്. ഈ കേസിൽ 2 എൻഡ് പോയിൻറ്റ്സും ഇൻക്ലൂഡഡ് ആണ്. അതിൻ്റെ അർത്ഥം ഫെബ്രുവരിയിലെ 20, മാർച്ചിലെ 15, അതുപോലെ ഏപ്രിലെ 60 ഇതെല്ലാം റിട്ടേൺ ചെയ്യും. ഐലോക്കിൽ പറയുമ്പോൾ അവസാനത്തെ എൻഡ് പോയിൻ്റ് ഇൻക്ലൂഡഡ് അല്ലായിരുന്നു. എന്നാൽ ലോക്ക് യൂസ് ചെയ്യുമ്പോൾ, ലാബിൽ യൂസ് ചെയ്യുമ്പോൾ 2 എൻഡ് പോയിൻറ്റും ഇൻക്ലൂഡഡ് ആണ്. എന്നാൽ സ്ലൈസ് ചെയ്തെടുക്കുമ്പോൾ നമുക്കൊരു റേഞ്ച് കൊടുക്കുന്നതിന് പകരം ഏതെങ്കിലും സ്പെസിഫിക് എലമെൻസിനെ റിട്ടേൺ ചെയ്യാനായിട്ട് പറ്റും. അത് വേണമെങ്കിൽ ആ എലമെൻസിനെ കോമ വെച്ച് കൊടുത്താൽ മതി. ഇവിടെ ജാനുവരി 2024, മെയ് 2024 എന്ന് കൊടുത്തപ്പോൾ ആ 2 മാസത്തെയും പ്രീമിയം മാത്രം റിട്ടേൺ ചെയ്യും. ഇനി ഒരു സീരീസിൽ എന്തെങ്കിലും ഒരു കണ്ടീഷൻ അപ്ലൈ ചെയ്യണമെങ്കിലോ എന്ന് പറഞ്ഞാൽ ഇയാൾ മാർച്ചിൽ പേയ്മെൻറ്റ് ചെയ്തിട്ടുണ്ടോ എന്ന് അറിയണം. അപ്പോൾ ഒരു സീരീസിനകത്ത് ഒരു വാല്യൂ ഉണ്ടോ എന്ന് ചെക്ക് ചെയ്യണമെങ്കിൽ, അല്ലെങ്കിൽ ഒരു ലേബൽ ഉണ്ടോ എന്ന് ചെക്ക് ചെയ്യണമെങ്കിൽ നമുക്ക് എന്ന് പറയുന്ന ഓപ്പറേറ്റർ യൂസ് ചെയ്യാം. ഇപ്പോൾ ഇവിടെ ഇയാൾ മാർച്ചിൽ പേയ്മെൻറ്റ് ചെയ്തിട്ടുണ്ടോ എന്ന് അറിയാൻ വേണ്ടി മാർച്ച് 2024 എന്ന് പറഞ്ഞ ലേബൽ കൊടുത്തു. നമ്മുടെ സീരീസിൻ്റെ പേര് കൊടുത്തു. അപ്പോൾ ഇന്നിൻ്റെ ലെഫ്റ്റ് സൈഡിൽ വാല്യൂ, റൈറ്റ് സൈഡിൽ സീരീസിൻ്റെ പേര് കൊടുത്തു. അപ്പോൾ അത് റിട്ടേൺ ചെയ്യുന്നത് ട്രൂ എന്നാണ്. കാരണം അതിൽ മാർച്ചിൽ അയാൾ പേയ്മെൻറ്റ് ചെയ്തിട്ടുണ്ട്. എന്നാൽ ഡിസംബർ സീരീസ് എന്ന് പറഞ്ഞപ്പോഴോ ഇവിടെ ഫോൾസാണ് റിട്ടേൺ ചെയ്തത്. കാരണം അയാൾ ഡിസംബറിൽ പേയ്മെൻറ്റ് ചെയ്തിട്ടില്ല. ഇത് നമ്മുടെ സീരീസിനകത്ത് ഡിസംബർ എന്ന് പറഞ്ഞൊരു മന്ത് ഇല്ല. ഇനി നമുക്ക് സീരീസിനകത്ത് ഒരു വാല്യൂ ഉണ്ടോ എന്നാണ് ചെക്ക് ചെയ്യേണ്ടതെന്നുണ്ടെങ്കിൽ നമുക്ക് ഡയറക്റ്റ് കമ്പാരിസൺ ഓപ്പറേറ്റർ യൂസ് ചെയ്യാം. എന്ന് പറഞ്ഞാൽ മന്ത്ലി പ്രീമിയം സീരീസ് ഈക്വൽ ടു കമ്പാരിസൺ ഓപ്പറേറ്റർ 20 എന്ന് കൊടുത്തു. 20 എന്ന് കൊടുത്താൽ മാത്രം പോരാ, അതിൻ്റെ പുറത്ത് .any എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഫംഗ്ഷൻ കൂടെ യൂസ് ചെയ്യണം. ഇപ്പോൾ ഇവിടെ എന്ത് സംഭവിക്കുന്നറിയോ? ഈ 20 എന്ന് പറയുന്ന വാല്യൂ ഉണ്ടോ ഇല്ലയോ എന്ന് ചെക്ക് ചെയ്ത് അതിൻ്റെ ട്രൂ അല്ലെങ്കിൽ ഫോൾസ് റിട്ടേൺ ചെയ്യും. ഇനി ചില സമയങ്ങളിൽ നമുക്കൊരു സീരീസിനകത്തുനിന്ന് ഏതെങ്കിലും ഒരു കണ്ടീഷൻ അപ്ലൈ ചെയ്ത് ആ വാല്യൂസ് ഉള്ളത് മാത്രം റിട്ടേൺ ചെയ്യേണ്ടി വരും. എന്ന് പറഞ്ഞാൽ നമുക്കിപ്പോൾ 30 റുപ്പീസിൽ കൂടുതൽ പേ ചെയ്തിട്ടുള്ള എല്ലാ മന്തിൻ്റെയും ഇൻഫർമേഷൻ വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഫോർ ലൂപ്പ് ഒന്നും എഴുതണ്ട. നമുക്കിവിടെ ആദ്യം ഒരു കണ്ടീഷൻ എഴുതാം. എന്താ നമ്മുടെ കണ്ടീഷൻ? മന്ത്ലി പ്രീമിയം സീരീസ് > 30 ഇങ്ങനെ കൊടുത്താൽ മതി. അപ്പോൾ പാണ്ടാസ് ലൈബ്രറി അതിൽ ഓരോ എലമെൻറ്റിലും പോയി ചെക്ക് ചെയ്തോളൂ. പക്ഷെ നമുക്ക് ട്രൂ ഓർ ഫോൾസ് അല്ല വേണ്ടത്. പിന്നെയോ നമുക്ക് വേണ്ടത് അതിലെ എലമെൻസാണ് വേണ്ടത്. അപ്പോൾ അതുകൊണ്ട് ആ സീരീസിൻ്റെ പേര് കൊടുത്ത് അത് സ്ക്വയർ ബ്രാക്കറ്റിലായിരിക്കണം കണ്ടീഷൻ കൊടുക്കേണ്ടത്. നമുക്ക് എന്താ ഔട്ട്പുട്ട് കിട്ടിയെന്ന് നോക്കി. ഏപ്രിൽ, മെയ്, ജൂൺ ഈ 3 മാസവും 30 രൂപയിൽ കൂടുതലാണ് പേയ്മെൻറ്റ് ചെയ്തിട്ടുള്ളത്. ഈ പാണ്ടാസ് സീരീസ് ഉണ്ടല്ലോ, ഇതിന് കുറേ യൂസ്ഫുൾ ആയിട്ടുള്ള പ്രോപ്പർട്ടീസ് ഉണ്ട്. എക്സാമ്പിളാണ് നെയിം എന്ന് പറയുന്നത്. ഇത് സീരീസിൽ എന്ത് ഇൻഫർമേഷനാണ് സ്റ്റോർ ചെയ്തിരിക്കുന്നതെന്ന് നമുക്ക് മാർക്ക് ചെയ്ത് വയ്ക്കാൻ വേണ്ടിയിട്ടാണ്. അതല്ലെങ്കിൽ ആ ഇൻഡെക്സ് നമ്മൾ കൊടുത്തല്ലോ, അതിന് മന്തും ഇയറും ആണ് നമ്മൾ കൊടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതിന് index.name എന്ന് കൊടുത്തിട്ട് ഒരു റെഫറൻസ് നെയിം കൊടുത്തു വയ്ക്കാം. അതുപോലെ സീരീസിലെ വാല്യൂസ് മാത്രം, നേരത്തെ നമ്മൾ പ്രിൻറ്റ് ചെയ്തപ്പോൾ സീരീസിലെ
വാല്യൂസും അതിൻ്റെ ഇൻഡെക്സും വാല്യൂസ് അല്ലേ പ്രിൻറ്റ് ചെയ്തത്. എന്നാൽ നമുക്ക് വാല്യൂസ് മാത്രമാണ് പ്രിൻറ്റ് ചെയ്യേണ്ടത് എന്നുണ്ടെങ്കിൽ ആ സീരീസ് ഡോട്ട് വാല്യൂസ് എന്ന് കൊടുക്കും. അപ്പോൾ അതിലെ എലമെൻസിൻ്റെ വാല്യൂസിന് മാത്രം പ്രിൻറ്റ് ചെയ്യും. ഇനി നിങ്ങൾക്ക് എന്തെങ്കിലും ആവശ്യത്തിന് ലൂപ്പ് എഴുതണം, അതിൽ എത്ര എലമെൻ്റ് ഉണ്ടെന്ന് അറിയണം. അതിനുവേണ്ടി സൈസ് എന്ന് പറഞ്ഞൊരു ഓപ്പറേറ്റർ യൂസ് ചെയ്യാം. അപ്പോൾ നിങ്ങൾക്കറിയാം, ഓക്കെ ഇതിൽ 6 എലമെൻ്റ് ആണുള്ളത്. നമ്മൾ കോഡ് എഴുതുന്ന സമയത്ത് ചിലപ്പോൾ ചെക്ക് ചെയ്യേണ്ടി വരുമല്ലോ, അതിനകത്ത് എലമെൻ്റ് ഉണ്ടോ, എം ടി ആണോ എന്ന് നോക്കേണ്ടി വരും. അങ്ങനെയാണെങ്കിൽ അതിന് എം ടി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പ്രോപ്പർട്ടി യൂസ് ചെയ്താൽ മതി. നമ്മുടെ സീരീസിനകത്ത് എലമെൻറ്റ്സ് ഉണ്ടല്ലോ, അതുകൊണ്ട് എം ടി എന്ന് പറഞ്ഞ പ്രോപ്പർട്ടി ഫോൾസ് ആണ് റിട്ടേൺ ചെയ്തത്. ഡാറ്റ അനാലിസിസിന് വളരെ ഹെൽപ്ഫുള്ളായിട്ടുള്ള കുറച്ച് മെത്തേഡുകളുണ്ട്. അതിലൊന്നാണ് ഡിസ്ക്രൈബ് എന്ന് പറയുന്നത്. ഇപ്പോൾ നമ്മുടെ പ്രീമിയം സീരീസ് ഡോട്ട് ഡിസ്ക്രൈബ് എന്ന് കൊടുത്തു കഴിഞ്ഞാൽ ആ മെത്തേഡ് എന്താ പ്രിൻറ്റ് ചെയ്യാന്നറിയോ? നമ്മുടെ സീരീസിൻ്റെ മൊത്തത്തിൽ ഡീറ്റെയിൽസ് കൊണ്ട് പറഞ്ഞു തരും. എന്ന് പറഞ്ഞാൽ കുറേ മാത്തമാറ്റിക്കൽ ഓപ്പറേഷൻസ് ചെയ്ത് അതിൻ്റെ റിസൾട്ട് തരും. മീൻ വാല്യൂ, സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ, ഇതിലെ മിനിമം വാല്യൂ ഏതാ ഈ സീരീസിലെ, ഇതിലെ മാക്സിമം വാല്യൂ ഏതാണ് ഈ സീരീസിലെ. അപ്പോൾ നമുക്ക് ഡാറ്റ കിട്ടിക്കഴിഞ്ഞാൽ പെട്ടെന്ന് ഒരു ഐഡിയ കിട്ടണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ഡിസ്ക്രൈബ് എന്ന് പറയുന്ന ഫംഗ്ഷനെ ഓടിച്ചാൽ മതി. ചില സമയത്ത് ഡാറ്റ സെറ്റ് വളരെ വലുതായിരിക്കും. അപ്പോൾ നമ്മൾ പ്രിൻറ്റ് ചെയ്യുന്ന സമയത്ത് നമുക്ക് ആദ്യത്തെ കുറച്ച് ഐറ്റംസ് മാത്രം കിട്ടണമെന്നുണ്ടെങ്കിൽ ടോപ്പ് 3 കിട്ടണം, നമുക്ക് ഹെഡ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു മെത്തേഡ് യൂസ് ചെയ്യാം. അതല്ലെങ്കിൽ അവസാനത്തെ കുറച്ചെണ്ണം പ്രിൻറ്റ് ചെയ്യണം, ടെയിൽ എന്ന് പറഞ്ഞിട്ടുള്ള മെത്തേഡ് യൂസ് ചെയ്യാം. ഹെഡ് അല്ലെങ്കിൽ ടെയിൽ കൊടുത്താൽ അതിൽ ഒരു പാരാമീറ്റർ കൊടുക്കുന്നത്, അത് എത്ര എണ്ണം പ്രിൻറ്റ് ചെയ്യണം, തുടക്കത്തിലുള്ള അല്ലെങ്കിൽ അവസാനത്തെ എത്ര എണ്ണം പ്രിൻറ്റ് ചെയ്യണമെന്നാണ് അവിടെ കൊടുക്കുന്നത്. ഇപ്പോൾ നമ്മൾ ഡിസ്ക്രൈബ് ഫംഗ്ഷൻ കൊടുത്തപ്പോൾ എല്ലാ ഡീറ്റെയിൽസും കൂടെ കിട്ടി. എന്നാൽ നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു സ്പെസിഫിക് മാത്തമാറ്റിക്കൽ ഓപ്പറേഷൻസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ, ഇൻഡിവിജ്വൽ മാത്തമാറ്റിക്കൽ ഓപ്പറേഷൻസ് ചെയ്യണമെങ്കിൽ അതിനു വേണ്ടിയുള്ള കൗണ്ട്, സമ്മ്, മീൻ, മാക്സിമിൻ എന്ന് പറഞ്ഞിട്ടുള്ള മെത്തേഡ്സ് അവൈലബിൾ ആണ്. ഇനി നമുക്ക് ഈ സീരീസിൽ ഒരു മാത്തമാറ്റിക്കൽ ഓപ്പറേഷൻ അപ്ലൈ ചെയ്യണമെന്ന് വിചാരിച്ചോ. എന്ന് പറഞ്ഞാൽ ഈ സീരീസിലുള്ള എലമെൻറ്റ്സ് ഉണ്ടല്ലോ, ഈ എല്ലാ എലമെൻറ്റിൻ്റെ കൂടെ നമുക്കൊരു 10% എക്സ്ട്രാ ആഡ് ചെയ്യണമെന്ന് വിചാരിക്കാം. സാധാരണ ഒരു കോഡ് എഴുതുകയാണെങ്കിൽ നമ്മളൊരു ലൂപ്പ് ചെയ്ത് ആ ലൂപ്പിലെ ഓരോ എലമെൻറ്റും നമ്മൾ 10% കാൽക്കുലേറ്റ് ചെയ്ത് ആഡ് ചെയ്യല്ലേ ചെയ്യുക. എന്നാൽ പാണ്ടാസ് ലൈബ്രറി യൂസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് നേരിട്ട് ആ ഫോർമുല അപ്ലൈ ചെയ്യാം. എന്ന് പറഞ്ഞാൽ ഡയറക്റ്റ് ഫോർമുല അപ്ലൈ ചെയ്യാം. ഇവിടെ പ്രീമിയം സീരീസ് പ്ലസ് പ്രീമിയം സീരീസ് മൾട്ടിപ്ലൈ ബൈ 10 ഡിവൈഡഡ് ബൈ 100. അത് ഞാൻ സീരീസ് ന്യൂ എന്ന് പറയുന്ന വേരിയബിളിലേക്ക് അസൈൻ ചെയ്തു. ഇവിടെ പാണ്ടാസ് ലൈബ്രറി എന്താ ചെയ്യുന്നറിയോ, ഇതിൽ ഓരോ എലമെൻറ്റും റീഡ് ചെയ്ത് അതിലേക്ക് ഈ 10% ഫോർമുല അപ്ലൈ ചെയ്ത് അത് പുതിയൊരു സീരീസ് ആയിട്ട് ഇവിടെ സ്റ്റോർ ചെയ്യും. ഇവിടെ എല്ലാ പ്രീമിയത്തിൻ്റെ കൂടെ 10% ആഡ് ചെയ്തു ചെയ്യാം. അപ്പോൾ അതുകൊണ്ടാണ് വളരെ മാത്തമാറ്റിക്കൽ ഓപ്പറേഷൻസ് ഒക്കെ ചെയ്യണമെങ്കിൽ വളരെ ഈസിയാണ്. വളരെ കുറച്ച് ലൈൻ ഓഫ് കോഡ് എഴുതിയാൽ മതി. ഇനി ഡാറ്റ ക്ലീനിങ് ഒക്കെ ചെയ്യുന്ന സമയത്ത് ഹെൽപ്ഫുള്ളായിട്ടുള്ള ചില മെത്തേഡ്സ് ഉണ്ട്. അതിലൊന്നാണ് ഈസ് നൾ എന്ന് പറയുന്നത്. ഇപ്പോൾ നമ്മുടെ ഡാറ്റ സീരീസിനകത്ത് ഉള്ള വാല്യൂസാണ് ഇവിടെ കാണുന്നത്. 120 np.nan. np.nan എന്ന് പറഞ്ഞാൽ നൾ വാല്യൂവിനെ റെപ്രസെൻറ്റ് ചെയ്യാൻ യൂസ് ചെയ്യുന്ന നംപൈ കോൺസ്റ്റൻ്റ് ആണത്. അതുപോലെ 130, 160. അതുപോലെ ഇവിടെ എൻ എന്ന് പറയുമ്പോൾ ചില ടൈപ്പ് ചെയ്യുന്ന സമയത്ത് വാല്യൂ അവൈലബിൾ അല്ലെങ്കിൽ എൻ എന്ന് പറഞ്ഞൊരു സ്ട്രിങ് കൊടുക്കാറുണ്ട്. അപ്പോൾ അതാണ്. പിന്നെ അതുപോലെ 150. അപ്പം അതുകൂടെ പ്രിൻറ്റ് ചെയ്തു. പ്രിൻറ്റ് ചെയ്യുമ്പോൾ തന്നെ ശ്രദ്ധിച്ചാൽ നിങ്ങൾക്കറിയാം, ഇവിടെ NAN എന്ന് പ്രിൻറ്റ് ചെയ്തിരിക്കുന്നുണ്ടോ ഫെബ്രുവരിക്ക്. അതിന് കാരണം നോട്ട് എ നമ്പർ എന്നാണ് പറയുന്നത്. അതിനെ നൾ വാല്യൂവിനെ റെപ്രസെൻറ്റ് ചെയ്യാനുള്ള വേണ്ടിയാണ് NAN കൊടുക്കാറ്, പ്രിൻറ്റ് ചെയ്ത് വരുന്നത്. അതുപോലെ ഇവിടെ ഇതൊരു സ്ട്രിങ് ആണ്. അപ്പോൾ നമുക്കറിയേണ്ടത് ഇതിൽ ഏതൊക്കെ മാസമാണ് നൾ വാല്യൂ വന്നിട്ടുള്ളതെന്നാണ്. അപ്പോൾ അതിനുവേണ്ടി ഈസ് നൾ എന്ന് പറഞ്ഞ ഫംഗ്ഷൻ യൂസ് ചെയ്യാം. ഇവിടെ പ്രീമിയം സീരീസ് ഡോട്ട് ഈസ് നൾ ഫംഗ്ഷൻ അപ്ലൈ ചെയ്യാം. ഈ ഈസ് നൾ ട്രൂ ഓർ ഫോൾസ് ആണ് റിട്ടേൺ ചെയ്യാം. ഇപ്പോൾ ഇവിടെ നിങ്ങൾക്ക് കാണാം, ഓരോ മാസത്തെ ഓരോ സീരീസിലെ ഓരോ എലമെൻറ്റിലും പോയി ചെക്ക് ചെയ്ത ഫോൾസ്, ട്രൂ. അതിൽ രണ്ടാമത്തെ എലമെൻറ്റ് നള്ളാണല്ലോ, അപ്പോൾ അവിടെ മാത്രം ട്രൂ റിട്ടേൺ ചെയ്തു. അതുപോലെ ബാക്കിയെല്ലാം ഫോൾസ് ആണ്. അപ്പോൾ ആകെ ഒരു നൾ വാല്യൂ ഉള്ളൂ. ഇത് സ്ട്രിങ് ആണ്, എന്ന് പറഞ്ഞ സ്ട്രിങ് ആണ്. പക്ഷെ നമുക്ക് വേണ്ടത് നമുക്ക് ആ മന്തിലെ ഡാറ്റ മാത്രം, ഈ നൾ വാല്യൂ ഉള്ളത് മാത്രം കിട്ടിയാൽ മതി എന്നുണ്ടെങ്കിൽ ഈ കണ്ടീഷൻ നമ്മൾ സീരീസിൻ്റെ സ്ക്വയർ ബ്രാക്കറ്റിനകത്ത് കൊടുത്താൽ മതി. ട്രൂ ആയിട്ടുള്ള വാല്യൂ മാത്രം കിട്ടണമെങ്കിൽ പ്രീമിയം സീരീസ് ഓഫ് എന്ന് പറഞ്ഞ് ആ കണ്ടീഷൻ കൊടുത്താൽ മതി. ഇപ്പോൾ നമുക്ക് ഫെബ്രുവരിയിലെ മാത്രം ഡാറ്റ പ്രിൻറ്റ് ചെയ്തു. ഇനി അതല്ല, അതിൻ്റെ റിവേഴ്സാണ് നമുക്ക് കിട്ടേണ്ടത് എന്നുണ്ടെങ്കിൽ ഇവിടെ സ്ക്വയർ ബ്രാക്കറ്റിനകത്ത് ഈസ് നള്ളിന് പകരം നോട്ട് നൾ എന്ന് പറഞ്ഞിട്ടുള്ള ഫംഗ്ഷൻ കൊടുത്താൽ മതി. ഉണ്ടോ? അപ്പോൾ അതിനകത്ത് നോട്ട് നൾ വാല്യൂസ് മാത്രമേ നമുക്ക് പ്രിൻറ്റ് ചെയ്തു. അപ്പോൾ ഇവിടെ നൾ വാല്യൂ ഉള്ള ഫെബ്രുവരി പ്രിൻറ്റ് ചെയ്തില്ല. അപ്പോൾ ഇങ്ങനെ ഡാറ്റ ക്ലീനിങ് ചെയ്യുന്ന സമയത്ത് എന്താ ചെയ്യുന്നുണ്ടെങ്കിൽ ഈ നൾ വാല്യൂവിനെല്ലാം 0 ആക്കി കൺവേർട്ട് ചെയ്യും. അപ്പോൾ അതിനു വേണ്ടിയാണ് ഫിൽ NA എന്ന് പറയുന്ന ഫംഗ്ഷൻ യൂസ് ചെയ്യുന്നത്. ഇവിടെ പ്രീമിയം സീരീസ് ഡോട്ട് ഫിൽ NA ഓഫ് 0 എന്ന് കൊടുത്തു. ഇങ്ങനെ കൊടുത്ത് എന്താ ചെയ്യാന്നറിയോ, ഇതിൽ നൾ വാല്യൂ ഉണ്ടെങ്കിൽ അവിടെ എല്ലാം 0 വെച്ച് റീപ്ലേസ് ചെയ്യും. അത് പ്രിൻറ്റ് ചെയ്തപ്പോൾ നോക്കി, ഇവിടെ ഫെബ്രുവരിയിൽ 0 ആണ് പ്രിൻറ്റ് ചെയ്തത്. അപ്പോൾ ഫെബ്രുവരിയിലെ നൾ ഉണ്ടായിരുന്നല്ലോ, ആ നള്ളിനെ പിടിച്ച് 0 ആക്കി മാറ്റി.
ഇനി അതല്ല നമുക്ക് നൾ വാല്യൂ ഉള്ള മന്ത് ആ വാല്യൂ തന്നെ വേണ്ട, ആ എലമെൻറ്റ് തന്നെ വേണ്ട എന്നുണ്ടെങ്കിൽ ഡ്രോപ്പ് എൻ എന്ന് പറഞ്ഞിട്ടൊരു മെത്തേഡ് ഉണ്ട്. പ്രീമിയം സീരീസ് ഡോട്ട് ഡ്രോപ്പ് എൻ എന്ന് പറഞ്ഞ ഫംഗ്ഷനെ വിളിച്ചപ്പോൾ ഉണ്ടല്ലോ, ആ ഫെബ്രുവരി എന്ന് പറഞ്ഞ മന്ത് തന്നെ ഡിലീറ്റ് ചെയ്തു, ആ എലമെൻറ്റ് തന്നെ ഡിലീറ്റ് ചെയ്തു. നമ്മൾ നള്ള് കളഞ്ഞു. അപ്പോഴും നമുക്ക് എൻ എന്ന് പറയുന്ന വാല്യൂ അപ്പോഴും അവിടെ ഉണ്ടല്ലോ. അപ്പോൾ അതിനെ കൂടെ നമുക്ക് റീപ്ലേസ് ചെയ്യണം. അപ്പോൾ അതിന് വേണ്ടിയാണ് റീപ്ലേസ് എന്ന് പറഞ്ഞ മെത്തേഡ് യൂസ് ചെയ്തത്. അപ്പോൾ ആദ്യം ഞാൻ അതിലെ നൾ വാല്യൂസ് റിമൂവ് ചെയ്തു, പ്രീമിയം സീരീസ് ഡോട്ട് ഡ്രോപ്പ് എൻ. അത് കഴിഞ്ഞ് അത് ക്ലീൻഡ് സീരീസിൽ സ്റ്റോർ ചെയ്തു, ക്ലീൻഡ് സീരീസ് ഡോട്ട് റീപ്ലേസ് എൻ വിത്ത് 0. ഓക്കെ, അപ്പോൾ ആദ്യം കൊടുക്കുന്നത് ഏത് വാല്യൂവിനെയാണ് റീപ്ലേസ് ചെയ്യേണ്ടത്, ഏത് വാല്യൂ വെച്ച് റീപ്ലേസ് ചെയ്യണം, അതാണ് ഇവിടെ 0 കൊടുത്തിരിക്കുന്നത്. ഇപ്പോൾ നമുക്ക് ക്ലീൻ ആയിട്ടുള്ള ഡാറ്റ കിട്ടി. ഇനി ഒരു സീരീസിലെ വാല്യൂസിനെ സോർട്ട് ചെയ്യണമെങ്കിൽ സീരീസ് ഡോട്ട് സോർട്ട് വാല്യൂസ് എന്ന് പറഞ്ഞ മെത്തേഡ് യൂസ് ചെയ്താൽ മതി. ഇപ്പോൾ ഇവിടെ കണ്ടോ 120 130 ആ പ്രീമിയത്തിൻ്റെ ഓർഡറിലാക്കി. എന്നാൽ നമുക്ക് റിവേഴ്സ് ഓർഡറിൽ സോർട്ട് ചെയ്യണമെങ്കിലോ ഏറ്റവും കൂടുതലുള്ള വാല്യൂ ടോപ്പിൽ വരണം. അങ്ങനെയാണെങ്കിൽ ആ സോർട്ട് വാല്യൂസ് മെത്തേഡിനകത്ത് അസെൻഡിങ് ഈക്വൽ ടു ഫോൾസ് കൊടുത്താൽ മതി. ഇനി നിങ്ങൾക്ക് തോന്നുക അല്ല എനിക്ക് വാല്യൂ അനുസരിച്ചല്ല സോർട്ട് ചെയ്യേണ്ടത്, ഇൻഡെക്സ് ലേബിൾ വെച്ചിട്ടാണെങ്കിൽ നിങ്ങൾക്ക് സോർട്ട് ഇൻഡെക്സിന് യൂസ് ചെയ്താൽ മതി. ഇവിടെ പ്രീമിയം സീരീസ് ഡോട്ട് സോർട്ട് ഇൻഡെക്സ് എന്ന് കൊടുത്തപ്പോൾ ഏപ്രിൽ ഫെബ്രുവരി ജാനുവരി എന്നാണ് വന്നിരിക്കുന്നത്. എന്താ കാരണം ഏപ്രിൽ ആൽഫബറ്റിക്കൽ ഓർഡറിലാണ് സോർട്ട് ചെയ്തിരിക്കുന്നത്. അപ്പം അതായത് ഇൻഡെക്സിൻ്റെ ആൽഫബറ്റിക്കൽ ഓർഡറിലാണ് ഇവിടെ സോർട്ട് ചെയ്തിരിക്കുന്നത്. ഇനി ഈ നമ്പേഴ്സിനെ നമുക്ക് റാങ്ക് ചെയ്യണം അതിൻ്റെ വാല്യൂ അനുസരിച്ച്. എന്ന് പറഞ്ഞാൽ ഇതിലെ ഏറ്റവും ഹയസ്റ്റ് വാല്യൂ ഏതാ? ഹയസ്റ്റ് വാല്യൂ 160 ആണ്. ഏറ്റവും ലോവസ്റ്റ് വാല്യൂ 120 ആണ്. അതിൻ്റെ വാല്യൂ അനുസരിച്ച് റാങ്ക് ചെയ്യണമെങ്കിൽ ഡോട്ട് റാങ്ക് എന്ന് പറഞ്ഞ മെത്തേഡ് യൂസ് ചെയ്താൽ മതി. ഇപ്പോൾ ഇവിടെ നിങ്ങൾക്ക് കാണാം ഇവിടെ 120ക്ക് ഫസ്റ്റ് റാങ്കാണ് കിട്ടിയിരിക്കുന്നത്. ഇത് അസെൻഡിങ് ഓർഡറിലാണ് റാങ്ക് ചെയ്തിരിക്കുന്നത്, അതുകൊണ്ടാണ്. അപ്പോൾ ഏറ്റവും ലോവസ്റ്റിന് ഫസ്റ്റ് റാങ്ക് കിട്ടി, 160 ആണ് ഏറ്റവും ഹയസ്റ്റ്, അതുകൊണ്ട് അതിന് 6th. അത് സെക്കൻഡിന് ഇവിടെ 130, അതായത് ഫെബ്രുവരിയിലെ റാങ്ക് 2.5 കിട്ടിയിരിക്കുന്നത്. അതിന് കാരണം ഈ 130 എന്നുള്ള നമ്പർ 2 പ്രാവശ്യം വന്നതുകൊണ്ടാണ്. ഇവിടെ 130 ഫെബ്രുവരിയിലും 130 ജൂണിലും വന്നിട്ടുണ്ട്, അതുകൊണ്ടാണ് അതിന് രണ്ടിനും 2.5 അസൈൻ ചെയ്തത്. നമുക്ക് ഇങ്ങനെയല്ല വേണ്ടത്, നമുക്ക് ഹയസ്റ്റിനല്ലേ ഫസ്റ്റ് റാങ്ക് വേണ്ടത്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ റാങ്കിനകത്ത് അസെൻഡിങ് ഈക്വൽ ടു ഫോൾസ് എന്ന് കൊടുത്താൽ മതി. ഇപ്പോൾ കറക്റ്റായി, നമുക്ക് 160ക്ക് ഫസ്റ്റ് റാങ്ക് ഹൈസ്റ്റ് റാങ്ക് കിട്ടി, അതുപോലെ 120ക്ക് 6th റാങ്ക് ഏറ്റവും ലോവസ്റ്റ് റാങ്ക് കിട്ടി. അതുപോലെ ഇവിടെ 130ക്ക് കിട്ടിയിരിക്കുന്നത് 4.5 കാരണം 130 2 പ്രാവശ്യം വന്നു. ഇതുവരെ ചെയ്തു നോക്കിയ കാര്യങ്ങളൊക്കെ പാണ്ടാസ് യൂസ് ചെയ്യാതെ റെഗുലർ കോഡിംഗ് ആണ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ എത്ര ലൈൻ ഓഫ് കോഡ് എഴുതിയിട്ടുണ്ടാവും. അപ്പോൾ അതുകൊണ്ടാണ് പറയുന്നത് പാണ്ടാസ് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ വളരെ കുറച്ച് ലൈൻ ഓഫ് കോഡ് എഴുതി കുറേ കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. അപ്പോൾ വീഡിയോ ഹെൽപ്ഫുൾ ആയിരുന്നെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ ലൈക്ക് ചെയ്യുക, ഫ്രണ്ട്സിന് ഷെയർ ചെയ്യുക. അടുത്ത വീഡിയോയിൽ നമുക്ക് ഡാറ്റ ഫ്രെയിം എന്താണെന്ന് ഡിസ്കസ് ചെയ്യാം. അപ്പോൾ വീണ്ടും കാണാം. അതുവരെ ബൈ ബൈ.